ഇത്രയും ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങൾ. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ അനൂപ് ജോൺ പറഞ്ഞതിനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഈ ഷോയിൽ, ഈ പരിപാടിയിൽ, പൂജയിൽ എന്നെ ക്ഷണിക്കാനായി ആരും വന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്റർ കണ്ട് ഒരുവിധമുള്ള പൂജകളെല്ലാം പോയി തല കാണിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് എന്നെപ്പോലെ വന്നിരിക്കുന്ന ധാരാളം പേരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. പക്ഷേ ഒരാളെന്നെ വിളിച്ചു 2-3 ആഴ്ചയ്ക്ക് മുമ്പ്. അത് എന്നോടൊപ്പം പല സിനിമകളിൽ അഭിനയിച്ച ഡോക്ടർ സ്വർണ്ണലത എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ കം ആർട്ടിസ്റ്റാണ്. സിസ്റ്റർ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്, സാർ അവിടെ എറണാകുളത്തുണ്ടെങ്കിൽ വരണം എന്ന്. അപ്പോൾ അന്ന് ഞാൻ വാക്ക് കൊടുത്തു, ഉറപ്പായിട്ട് വരും എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് ഇന്നലെ 2 ദിവസം മുമ്പ് മാഡം പറഞ്ഞിട്ട് ഞാൻ ഡയറക്ടറുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു. കാരണം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ വന്നിട്ട് വെറുതെ തിരിച്ചു പോകുമല്ലോ എന്ന് പേടിയുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വാം വെൽക്കം ഫോണിലൂടെ തന്നു. അങ്ങനെ ഞാനിവിടെ എത്തി. 1-2 കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് സിനിമയെ പ്രണയിക്കുകയും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ഒരു പ്രശസ്തിക്ക് വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ട, കാരണം ബിഗ് ബോസിലൂടെ തന്നെ ലോക മലയാളികൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചാരിറ്റിയാണ് ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്തെല്ലാം ചെയ്യാം, അത് എത്രത്തോളം ചെയ്യാം. അതിൽ ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും മെൻ്റലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പലതും ശ്രദ്ധിക്കാറുമുണ്ട്. ഇവിടെ ഞാൻ ഒന്നാമത് ശ്രദ്ധിച്ചത് 3 വർഷം കൊണ്ട് ഈ സിനിമ യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി ഇതിന് എഫേർട്ട് എടുത്ത് നടന്ന ഡയറക്ടർ സാബു സാർ തന്നെയാണ്. ആ സാബു സാർ ഈ പൂജയിൽ ഉടനീളം അദ്ദേഹം കൈകൂപ്പി നിന്നതും അദ്ദേഹത്തിൻ്റെ മുഖത്തും കണ്ണുകളിലും ഉണ്ടായിരുന്ന എളിമയും വിനയവും, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതും, അങ്ങനെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി സിനിമയെ പ്രണയിക്കുന്ന, സമർപ്പിച്ചിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ആ ഒരു വ്യക്തിയോടൊപ്പം ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രണ്ടാമത്, അതിനുവേണ്ടി പുറകെ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം. പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഡയറക്ടറും, നല്ല ഡയറക്ടർമാരെ കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസർമാരും ഓടി നടക്കുന്ന കാലങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ വിനോദ് സാറ് കഴിഞ്ഞ 30 വർഷം കൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറായി അങ്ങനെ പ്രവർത്തിച്ചു വരികയും ഒത്തിരി എക്സ്പീരിയൻസുകൾ സിനിമാ മേഖലയിലൂടെ മനസ്സിലാക്കിയെടുത്ത അദ്ദേഹം ഈ സിനിമയെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഗദ്ഗതം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടവിടറിയപ്പോൾ ഒരു കാര്യം വീണ്ടും മനസ്സിലായി. ആ നിർമ്മല ഹൃദയം, നിഷ്കളങ്ക ഹൃദയം, വേദങ്ങളിൽ പറയുന്ന പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന് ദൈവത്തെ ലഭിക്കും എന്ന്. ആ ഒരു നന്മ, ആ നൈർമല്യം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടു. നിറഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുകയുണ്ടായത്. തുടർന്നുള്ള ബാക്കിയുള്ള അനുഗ്രഹം ഇതൊക്കെ കണ്ടു. ഇവിടെ അനുഗ്രഹ ആശംസകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ലക്ഷ്യം ഉറപ്പിക്കുകയാണെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ, ആ ലക്ഷ്യം തീവ്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങളിലെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ സൂപ്പർ താരത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരമായ പേരിയം പെട്ടെന്ന് ബിബിൻ ജോയ്. ഇത് ഞാൻ അദ്ദേഹത്തെ പ്രൊഡ്യൂസർ പറഞ്ഞ് വെടിക്കെട്ടി കണ്ടപ്പോൾ ഞാൻ വെടിക്കെട്ടിൻ്റെ നിർമ്മാതാവാണ് അദ്ദേഹമാണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. ഞാൻ തെറ്റിദ്ധരിച്ചത് താങ്കളാണെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രൊഡ്യൂസറും കൂടെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറവുകൾ അത് കുറവുകളല്ല എന്നും അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും പരിധിവരെ എത്താമെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും തന്നിരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നാളെ ഏറ്റവും ഉന്നതമായ നിലയിൽ എത്താൻ കഴിയില്ല? നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോന്നും വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എളിമയും വിനയവും ആ ഒരു സമർപ്പണ മനോഭാവം, അതുപോലെ ഡയറക്ടറിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവരിക, അതിൻ്റെ ഗുരുത്വം, അതിൻ്റെ വിനയം, അതിൻ്റെ എളിമ. നമ്മളിൽ പലരുവാണെങ്കിലോ ഒരല്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിന് കിരീടം വെച്ച കൈയും കാലും വെച്ചോ. അധികം അതിൽ മറ്റൊരു വചനമുണ്ട്, എത്രത്തോളം കിട്ടുന്നവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും, എന്നാൽ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു കളയും. അതൊരു പരീക്ഷണം മാത്രമാണ്. കിട്ടുന്നവന് കൂടുതൽ കൊടുക്കുന്നത് അവനെ ഏറെ വളർത്തി കൂടുതൽ അഹങ്കാരിയാക്കി മോളിൽ ചെന്നിട്ട് താഴെ ഒറ്റ ഇടക്കിടാനാണ്. ആ വീണവൻ പിന്നെ ഒരിക്കലും ഉയരത്തില്ല. എന്നാൽ നീതിമാൻ അവൻ 7 വട്ടം വീണാലും വീണ്ടും അവൻ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടേ വരും എന്നാണ്. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം പറഞ്ഞത്
സിനിമകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. കഴിഞ്ഞ സമയങ്ങളിൽ 150ഓളം പടങ്ങൾ ഇറങ്ങിയതിൽ 140-35 പടങ്ങൾ. കാരണം ഞാനിപ്പോൾ ഫുൾ ടൈം 2020 ഞാൻ ഈ വർഷം കാലടി ശങ്കര കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ 2020 കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നോട് ബിഗ് ബോസിലൂടെ പറഞ്ഞു അടുത്ത പടങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹിച്ചു. സിനിമയെങ്കിൽ സിനിമ. അങ്ങനെ ഞാൻ ജോലി 4 വർഷവും 1.25 കോടി രൂപ സാലറി ഉള്ളത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് സിനിമയെ പ്രണയിച്ചുകൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ഒരു DRK പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ, അത് ബിഗ് ബോസിലൂടെ ജനങ്ങൾ സഹോദരങ്ങൾ എനിക്ക് തന്ന പേരാണ് ഡോക്ടർ രജിത് കുമാറിന്റെ. DRK പ്രൊഡക്ഷൻസ് എന്റെ സ്വപ്നമാണ്. ഭാവിയിൽ താഴേക്കടയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഞാൻ വളർന്നാൽ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് പറഞ്ഞു ധർമ്മ ചേട്ടൻ പറഞ്ഞതുപോലെ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ സാഫല്യമാക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും. അപ്പം ഈ ഒരു പ്രോജക്റ്റ് ഇത് ഏറ്റവും ഗംഭീരമായി വിജയിക്കാൻ അത് വളരെ സിമ്പിളാണ്. തീർച്ചയായിട്ടും സിനിമ വിജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സിനിമയിൽ നമ്മൾ ആ സിനിമയുടെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും വേണ്ടി സമർപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ ആലുവ മണപ്പുറത്തപ്പൻ്റെ നടയിൽ പോയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. പറയുന്നത് സത്യമാണ്. കാരണം വേദം എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ടും ഇവിടെ പൂജ നടക്കുമ്പോൾ ഗണപതി ഭഗവാനെ പറഞ്ഞപ്പോൾ ആ ഗണപതി ജർമ്മനിയുടെ ഒരു മദാമ 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതുകൊണ്ട് എല്ലാ പരിപാടിക്ക് പോകുമ്പോഴും ഞാനിത് കൊണ്ടുപോകും. കാരണം വിഘ്നങ്ങളും തടസ്സങ്ങളും ഒന്നും ഉണ്ടാവാതെ പോട്ടെ എന്ന് പറഞ്ഞു. അത് സാക്ഷ്യപ്പെടുത്തി തന്നെ ഞാൻ പറയുന്നു. ആ ഒരു പ്രാർത്ഥന ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഈ പൂജയിൽ ഞാൻ പങ്കെടുക്കുന്ന ഈ പരിപാടി, ഈ പൂജ, ഈ സിനിമ അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും കൂടാതെ, ഒറ്റ ഷെഡ്യൂളാണെങ്കിൽ ഒറ്റ ഷെഡ്യൂൾ, അല്ലെങ്കിൽ ഷെഡ്യൂളുകളൊന്നും തന്നെ പ്രോബ്ലം ഉണ്ടാവാതെ ഭംഗിയായി ഐശ്വര്യകരമായി ഗംഭീരമായി ഈ സിനിമ ഷൂട്ട് ചെയ്ത് ആദ്യഘട്ടത്തിൽ തീർക്കാനും അത് വൻ വിജയമാക്കി തീർക്കാനും അവരെ അനുഗ്രഹിക്കണം. അതിൽ ആ സിനിമയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ സാന്നിധ്യം കൂടെ നിലനിർത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ വമ്പൻ വിജയമാക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നെ ഇതിൽ ചാൻസ് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ലോക സമസ്ത സുഖനോ ഭവന്നു പ്രാർത്ഥിക്കാറില്ല. വ്യക്തിയുമാണ് ഞാൻ, ഒരു അനാഥനാണ്, ഞാൻ ഓർഫണാണ്. അപ്പൊ എന്നെ ആര് കൂട്ടിച്ചേർത്ത് നിർത്തുന്നോ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കൊടുക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ്. ആ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.